ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എങ്ങനെയാണ് അച്ചടക്കത്തോടെ വളരെ അനുസരണയോടുകൂടിയ നല്ല ഒരു സ്വഭാവം നമ്മളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിൽ പലർക്കും നല്ല സ്വഭാവം ഉണ്ടാകണമെന്ന ആഗ്രഹമില്ലാത്തവരായിട്ട് ആരാണുള്ളത്? പക്ഷേ പലപ്പോഴും അത് നിലനിർത്താൻ കഴിയാറില്ല എന്നതാണ് സത്യം. അതിനാണ് ആത്മീയ അച്ചടക്കം അത്യാവശ്യമാണെന്ന് പറയുന്നത്. ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടി, നമ്മുടെ ആത്മാവിനെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഈ അച്ചടക്കം, അല്ലെങ്കിൽ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അച്ചടക്കം എന്നത് ആത്മീയ ജീവിതത്തിൻ്റെ വലിയൊരു അടിസ്ഥാനം തന്നെയാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, സദൃശവാക്യങ്ങൾ 16:32, സ്വയം നിയന്ത്രിക്കുന്നവൻ പട്ടണത്തെ കീഴടക്കുന്നവനേക്കാൾ വലുതാണ് എന്ന്. അച്ചടക്കം എന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നുള്ള വലിയൊരു തീരുമാനമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ സമയം നിശ്ചയിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങളിൽ പോലും നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ആത്മനിയന്ത്രണം പതിയെ പതിയെ നമ്മൾ അഭ്യസിക്കുന്നത് മൂലം നമുക്ക് നമ്മുടെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ വലിയൊരു മാതൃക തന്നെയാണ് വിശുദ്ധരുടെ ജീവിതത്തിലുള്ളത്. ചെറുപ്പം മുതൽ തന്നെ അച്ചടക്കമുള്ള ഒരു വലിയ ആത്മീയ ജീവിതം തന്നെയാണ് ഓരോ വിശുദ്ധരും നയിച്ചിരുന്നത്. ഓർക്കുക, നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ദൈവസന്നിധിയിൽ വലിയ കൃപകളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇത് വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സമ്പന്നനായിരുന്നിട്ടും എല്ലാം വിട്ട് ദരിദ്രനായി തീർന്ന, ദാരിദ്ര്യ ജീവിതം തിരഞ്ഞെടുത്തത് എന്ന് വേണം പറയാനായിട്ട്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസി ദാരിദ്ര്യ ജീവിതം തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ, അവൻ വളരെയധികം അച്ചടക്കമുള്ളൊരു മനോഭാവം ഉള്ളതുകൊണ്ടായിരുന്നു. കാരണം അവൻ തൻ്റെ അച്ചടക്കത്തിലൂടെ തൻ്റെ സ്വഭാവത്തെ ദൈവത്തിനായി പൂർണ്ണമായും മാറ്റിയിരുന്നു. വിശുദ്ധ തെരേസ ഓഫ് ലിസിയു തൻ്റെ ചെറിയ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളും വലിയ സ്നേഹത്തോടു കൂടി ചെയ്യുക എന്നതായിരുന്നു തെരേസ ഓഫ് ലിസിയുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആത്മീയമായിട്ടുള്ള അച്ചടക്കം. അവളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്വഭാവം തന്നെയായിരുന്നു. ഇത് പ്രാർത്ഥനയിലൂടെ ഉണ്ടായ ആത്മീയമായിട്ടുള്ള ഒരു അച്ചടക്കമാണ്. നമുക്ക് ഓരോരുത്തർക്കും പല വിധത്തിലുള്ള സ്വഭാവ രീതികളാണ് ഉണ്ടായിരിക്കുക. എന്നാൽ പലപ്പോഴും നമ്മുടെ സ്വഭാവം കാരണം മറ്റുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടും വിഷമവും വെറുപ്പും വിദ്വേഷവുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള നമുക്ക് മറ്റുള്ളവരിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു തരത്തിലുള്ള വെറുപ്പ് പോലെയുള്ള സ്വഭാവ രീതികളെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ദിവസേനയുള്ള പ്രാർത്ഥന സ്വയം നമ്മെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. ജപമാലയും ബൈബിൾ വായനയും മനസ്സിന് സമാധാനം നൽകുന്നതൊന്നാണ്. എല്ലാ ദിവസവും സ്വമേധയാ ഒന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ്. എവിടെയാണ് എനിക്ക് തെറ്റു പറ്റിയത് എന്ന് നാം സ്വമേധയാ ചിന്തിച്ച് ആ ഭാഗം തിരുത്തി വിലയിരുത്തുന്നത് വളരെ വലിയൊരു അച്ചടക്കം നമ്മൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. മറ്റൊന്ന്, മറ്റുള്ളവരോട് ക്ഷമ കാണിക്കുക, അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. കോപവും വിദ്വേഷവും വെറുപ്പുമൊക്കെ ഉപേക്ഷിച്ച് അഹങ്കാരത്തിൻ്റെ വിത്തൊക്കെ മാറ്റി സ്നേഹത്തോടുകൂടി വളരെയധികം ആത്മാർത്ഥതയോടുകൂടി മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് അച്ചടക്കത്തിൻ്റെ മറ്റൊരു സ്വഭാവ രീതി.
ശാന്തമായും മൗനമായും തീരുമാനങ്ങൾ എടുക്കുന്നതും അത് ജീവിതത്തിൽ നമുക്ക് വളരെയധികം ഉപയോഗപ്പെടുന്നതാണ്. മൗനം, ക്ഷമ, ഇത് രണ്ടും നമ്മെ വലിയ രീതിയിലുള്ള ആത്മനിയന്ത്രണം നമ്മിലുണ്ടാക്കുന്നു. നല്ല രീതിയിലുള്ള സ്വഭാവമാറ്റത്തിനും അച്ചടക്കത്തിനും ദൈവത്തിൻ്റെ സഹായം കൂടി അപേക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓർക്കുക, നമ്മുടെ സ്വഭാവത്തെ നമുക്കൊരിക്കലും തനിച്ച് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മാത്രമേ നമ്മുടെ അകത്തുള്ള പഴയ മനുഷ്യനെ പുതിയതാക്കി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം. ദൈവം നിങ്ങളുടെ ഉള്ളിൽ നല്ലത് ആഗ്രഹിപ്പിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുന്നു. അച്ചടക്കം എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ സ്വഭാവത്തെ മാറ്റുക എന്ന് പറയുന്നതും വളരെ വാശിയേറിയ ഒരു കാര്യമാണ്. എന്നാൽ ഈ സ്വഭാവത്തിലൂടെ ദൈവം നമ്മളെ വളരെയധികം രൂപാന്തരപ്പെടുത്തുകയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കട്ടെ: എൻ്റെ ദൈവമേ, എൻ്റെ സ്വഭാവം നിൻ്റെ ഇഷ്ടത്തിനായിരിക്കണമേ എന്ന്. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ഉൾപ്പെടെ എല്ലാവരിലും ഒരുപാട് സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. സ്വഭാവം കൊണ്ടും ജീവിതം കൊണ്ടും ഒക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുമൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്നാൽ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളും തെറ്റാണ് എന്നല്ല, മറിച്ച് നമ്മൾ മൂലം നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ സമൂഹത്തിനോ നമ്മൾ സ്നേഹിക്കുന്നവർക്കോ ബുദ്ധിമുട്ടോ അവരിലൂടെ നമ്മൾ വെറുപ്പോ വിദ്വേഷമോ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അതിനെ കണ്ടുപിടിക്കുക. എന്ത് സ്വഭാവം കൊണ്ടാണ് ഇത് വന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളത് മാറ്റുകയും വേണം. ഉദാഹരണമായിട്ട് നമുക്കറിയാം, മോഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ സമൂഹത്തിൽ നിന്ന് മോഷ്ടാവ് തന്നെയാണ്. ഇപ്പോൾ കൊലപാതകയാണെങ്കിൽ നമുക്കറിയാം, തീർച്ചയായിട്ടും അവൻ സമൂഹത്തിൽ നിന്നും എല്ലാവർക്കും കൊലപാതകി തന്നെയാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും ആ തെറ്റ് തിരുത്താൻ ദൈവം നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരുന്നുണ്ട്. നമ്മൾ ആ തെറ്റ് തിരുത്തുമ്പോഴും നമുക്കറിയാം, നമ്മൾ ചെയ്ത തെറ്റ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വില കളയുന്ന ഒന്നാണെങ്കിൽ മനുഷ്യർക്കിടയിൽ നമുക്കുള്ള വില വളരെ ചെറുത് തന്നെയായിരിക്കും. അത് നമ്മുടെ സ്വഭാവം കൊണ്ട് അവർ വിലയിരുത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ സ്വഭാവം സ്വീകരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.